പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. ശരി. എല്ലാം തള്ളുകയാണ് കെ സുധാകരൻ. ഹൈക്കമാൻഡിനെ തള്ളുന്നു, കോൺഗ്രസ് നേതൃത്വത്തെ തള്ളുന്നു. എന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ സുധാകരൻ. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. എന്നെ മാറ്റാൻ ഒരുത്തനും കഴിയില്ല എന്ന് പറയുന്നു കെ സുധാകരൻ. അതാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പോയി നല്ല കട്ടൻ ചായ കുടിച്ച് കിടന്നുറങ്ങൂ മക്കളെ, നിങ്ങൾ അധികം വേർപ്പൊഴുക്കേണ്ടതില്ല എന്ന്. കെ സുധാകരന് ഈ ആത്മവിശ്വാസം നൽകിയത് ആരാണ്? കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കെ മുരളീധരനാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ശശി തരൂരാണ്. ഇതുവരെയും രമേശ് ചെന്നിത്തല ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റു നേതാക്കളൊന്നും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ വി.ഡി. സതീശന് എതിരെ നിൽക്കുന്ന നേതാക്കളുടെ വലിയ നിരയുണ്ട്. അവർ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ശശി തരൂരുണ്ട്, എം.കെ. രാഘവനുണ്ട്, കെ സുധാകരനുണ്ട്, കെ.സി. ജോസഫ് ഉണ്ട്, എ വിഭാഗം ഒന്നിച്ചുണ്ട്. കെ സുധാകരൻ മാറിയാൽ എ വിഭാഗത്തിന്റെ നേതാവാണ് KPCC പ്രസിഡന്റായി വരിക എന്നതുകൊണ്ട് മാത്രമാണ് എ ഗ്രൂപ്പ് ഇപ്പോൾ മൗനം പാലിക്കുന്നത്. എന്നാൽ നേതാക്കളോട് വ്യക്തിപരമായി സംസാരിച്ചാൽ എല്ലാവരും വി.ഡി. സതീശന് എതിരാണ്. വി.ഡി. സതീശൻ നേതാക്കളെ ഗൗനിക്കുന്നില്ല, എല്ലാ നേതാക്കളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്, തന്നിഷ്ടമാണ് എന്നൊക്കെ പറയുന്നു കോൺഗ്രസ് നേതാക്കൾ. എന്ന് വെച്ചാൽ പരസ്യമായി കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും, പിന്തുണ പ്രഖ്യാപിച്ച് 2 നേതാക്കൾ മാത്രമേ രംഗത്ത് വന്നിട്ടുള്ളൂ എങ്കിലും കെ സുധാകരൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന് പിറകിൽ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മാത്രമല്ല, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവുമുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കെ.സി. വേണുഗോപാലിന്റെ പിന്തുണ കെ സുധാകരനുണ്ട് എന്ന് കെ സുധാകരൻ അടുത്ത അനുയായികളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അവർ മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു കെ സുധാകരനും കെ സുധാകരന് ഒപ്പമുള്ളവരും. കെ സുധാകരന് ആത്മവിശ്വാസം പരസ്യമായി പകരുന്ന കെ മുരളീധരനും ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതാ യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഡെവലപ്മെന്റ്. കെ സുധാകരന് എതിരെ, കെ മുരളീധരന് എതിരെ കാര്യങ്ങൾ പരസ്യമായി പറയുന്ന, പുനഃസംഘടന പരസ്യമായി നിലപാട് പറയുന്ന നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ്. ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്, പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളത് പറയുന്നത് കോൺഗ്രസിനകത്താണ്. കോൺഗ്രസിനകത്ത് പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് ശരിയാണോ എന്ന് നേതാക്കളെ നിങ്ങൾ ആലോചിക്കൂ എന്ന് പറയുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരുടെ ശബ്ദമാണ് പുറത്തു വന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഒരു സംശയം വേണ്ട, അത് വി.ഡി. സതീശന്റെ ശബ്ദം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന പല അഭിപ്രായങ്ങളും പുറത്തു പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ. പുതിയ കാലത്തെ ചെറുപ്പക്കാർ നിലയിൽ ഞങ്ങൾക്കാർക്കും അതറിയാൻ പാടില്ലാത്തത് കൊണ്ടോ അങ്ങനെ തിരുത്താൻ ഒന്നുമില്ലാത്തത് കൊണ്ടോ അല്ല മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. ഈ 10 വർഷക്കാലത്തിനിടയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അടിമൂർച്ചിക്കുകയാണ്. കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി അനിവാര്യമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വിളിച്ചു പറയുന്നത്. ഇപ്പോഴിതാ പാലക്കാടും വന്നിട്ടുണ്ട് പോസ്റ്റർ. കെ സുധാകരനെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ. പിണറായിയെ അടിക്കാൻ കെ സുധാകരന് മാത്രമേ കഴിയൂ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. കെ സുധാകരന്റെയും തുറുപ്പിച്ചിട്ട് അത് തന്നെയാണ്. പിണറായി വിജയനെ താഴ്ത്തിറക്കി മാത്രമേ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയുള്ളൂ. പിണറായി വിജയനെ താഴ്ത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്നെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് KPCC പ്രസിഡന്റാക്കിയത്. അത് നിർവഹിച്ചിട്ട് ഞാൻ അടങ്ങൂ എന്നൊക്കെ കെ സുധാകരൻ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നത് ഈ അണികളെ
കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. പിണറായി വിരുദ്ധ വികാരം കോൺഗ്രസിനകത്തുണ്ട്, അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്. വി ഡി സതീശന് ഫലപ്രദമായി പിണറായിയെ നേരിടാൻ കഴിയില്ല, CPM-നെ നേരിടാൻ കഴിയില്ല. അതിന് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കെ സുധാകരനാണ് എന്ന് അണികളെ കൊണ്ട് പറയിപ്പിക്കുക. ഇതാണ് കെ സുധാകരനെ അനുകൂലിക്കുന്നവർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏതായാലും അടിമൂർച്ചിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും എന്നതേ അറിയാനുള്ളൂ. ഹൈക്കമാൻഡ് ഇപ്പോൾ കരുതുന്നത് ഇതൊക്കെ കെ സുധാകരന്റെ ഈ പ്രതികരണമൊക്കെ ഒരു വികാരപ്രകടനം മാത്രമാണ്, അത് അധിക നാൾ നീണ്ടു നിൽക്കില്ല, അതുകൊണ്ട് തീരുമാനവുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിവ്. അതാണ് വി ഡി സതീശൻ വിഭാഗം കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കുന്നത്. എന്നാൽ KC വേണുഗോപാലിന്റെ നിലപാട് അതിനിർണായകമായി വന്നിട്ടുണ്ട്. ദീപാദാസ് മുൻഷിയും കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള എന്ന് വെച്ചാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തമ്മിലുള്ള ഒരു വടംവലിയായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ പുനഃസംഘടന മാറുകയാണോ എന്നാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ പങ്കുവെക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ വലിയ അടി, വലിയ ഭിന്നത അതാണ് വരാൻ പോകുന്നത്. അത് കോൺഗ്രസിനെ തന്നെ, പ്രതിപക്ഷത്തെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. Yep.